പൊന്നു കായ്ക്കുന്ന മരമായാലും പുരയ്ക്ക് മേൽ ചാഞ്ഞ മുറിച്ചു മാറ്റണമെന്ന. സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി മഹാദേവൻ തമ്പിയെ ഇല്ലാതാക്കാൻ സഞ്ജുവും ജലജയും നടത്തുന്ന ഗൂഢാലോചന മതികലെ അറിയുന്നു. മുറിയിൽ പണം ഒളിപ്പിച്ച മനസ്സിജൻ തന്നെ ചതിക്കുന്നുണ്ടോ എന്ന ആശങ്കയിൽ ബോധം കെട്ട് വീഴുന്ന കുട്ടിമണി. മനസ്സിജനെ കുറ്റപ്പെടുത്തുന്ന സീത. തുടർന്ന് കാണുക. സീതെ, നീ ഇപ്പൊ കാണിക്കുന്നത് പോലെ എടുത്തടിച്ചു പറഞ്ഞ ആരായാലും ശിവാനിക്കെതിരെ തിരിയുള്ളൂ. അത് കുട്ടിമണിക്ക് താങ്ങാനാവില്ലെന്ന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോ അങ്ങനെ കാണിക്കാതിരിക്കുകയല്ലേ വേണ്ടത്? അവളെ അവളുടെ പാട്ടിന് വിട്ട എല്ലാ പ്രശ്നവും തീർന്നില്ലേ? കുട്ടിമണി ചോദിച്ചാ ശിവാനി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാ അതോടെ അത് തീരും. ശിവാനിയെ എവിടേക്ക് പറഞ്ഞുവിടും സീതെടുത്തി? വയലോരം വിടല്ലേ ശിവാനിക്ക് പോകാനുള്ള ഏക ഇടം. നമ്മളൊക്കെ മാത്രമല്ലേ ഉള്ളൂ ശിവാനിക്കാകെ. പിന്നെ വിനായകൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവൻ. ഒരു പെണ്ണിനെ ഒറ്റയ്ക്ക് കിട്ടിയ പിച്ച് ചീന്താൻ ഇരുട്ടിന്റെ മറ പോലും വേണ്ടാത്ത കാലമായത്. വിനായകന്റെ കയ്യിലെങ്ങാനും എത്തപ്പെട്ട അത് ശിവാനിയുടെ അന്ത്യമായിരിക്കും. ശിവയ്ക്ക് പിന്നാലെ അതും പിന്നെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സീതെ, ഈ ലോകത്ത് തെറ്റുകൾ മാത്രമായിട്ടൊന്നുമില്ല. അതുപോലെ ശരിയും. നമ്മൾ കാണുന്ന തെറ്റിന്റെ മറുവശത്ത് കാണാതെ പോകുന്നൊരു ശരിയുണ്ടാവും. ആ ശരിക്ക് തെളിച്ചം കുറവായിരിക്കും, പക്ഷേ അത് കാണുന്നതാ മനുഷ്യത്വം. സീത പറഞ്ഞ പോലെ ശിവാനിയെ പറഞ്ഞയക്കാം. പക്ഷേ അധികം വൈകും മുമ്പേ സിജൻ പറഞ്ഞ പോലെ സംഭവിച്ച ദൈവത്തിന്റെ കോടതിയിൽ അതിന് മാപ്പ് കിട്ടുന്നു സീതയ്ക്ക് തോന്നുന്നുണ്ടോ? സീതെടുത്തി, ശിവയുടെ ക്രൂരത തിരിച്ചറിഞ്ഞ് അവനെ തീർത്തത് ഈ കൈകളുകൊണ്ടാ. അതേ കൈകളുകൊണ്ടാ ശിവാനി ഞാൻ എൻ്റെ അനിയത്തിക്കുട്ടിയായി ഈ നെഞ്ചോട് ചേർത്ത് നിർത്തിയിരിക്കുന്നു. സീത തൽക്കാലം വീട്ടിലേക്കല്ല, സാവധാനത്തിൽ അപ്പച്ചിമയെ കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കണം. കുട്ടിമണിക്ക് കാര്യമായിട്ടൊന്നുമില്ലെന്നും പറയണം. ഇവിടുത്തെ വിവരങ്ങളൊന്നുകൂടെ അറിഞ്ഞ ശേഷം ഞാനങ്ങ് വന്നേക്കാം. ചെല്ല. സിജ, ഞാനിപ്പോ വരാം. എടാ സഞ്ജു, എന്തായി? ആന്റി, സംഗതി സക്സസാ. ഇലയും മുള്ളും അറിയാതെ അങ്കിളിനെ തീർത്തിരുന്ന ഒരാളെ ഒത്തു കിട്ടിയിട്ടുണ്ട്. നേരാണോ നീ പറയുന്നത്? ആന്റിക്ക് എന്താ എന്നെ വിശ്വാസമില്ലേ? വിശ്വാസക്കേടൊന്നുമില്ല, പക്ഷേ. എന്ത് പക്ഷേ? കത്തിയെടുത്ത കൈ വിറക്കാത്തവനായിരിക്കണം കൊലയാളി. എനിക്ക് അയാളെ പൂർണ്ണ വിശ്വാസമാണ്. ആന്റിക്ക് വിശ്വസിക്കാം. എന്താ നിന്റെ പ്ലാൻ? ഇനിയുള്ള പ്ലാനിംഗ് ഒന്നും നമ്മുടേതായിരിക്കില്ല. എല്ലാം അയാൾ ഏറ്റു കഴിഞ്ഞു. അങ്കിളിനെ ഒന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നീടുള്ള ഏത് നിമിഷവും എവിടെ വെച്ചും എങ്ങനെയും അങ്കിളിന് എന്ത് സംഭവിക്കാം. എടാ സഞ്ജു, അറ്റകൈ പ്രയോഗമാണ്. എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ. ഒരു വഴിക്കറിഞ്ഞിരിക്കുമ്പോ ആന്റി കരുനാക്കരുതെന്ന് പറയല്ലേ. ആന്റി പോസിറ്റീവായിട്ട് ചിന്തിക്ക്. എടാ, സംഭവം പോസിറ്റീവായിട്ട് തന്നെ നടക്കണം. പക്ഷേ നെഗറ്റീവ് വശങ്ങൾ കൂടി ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ? ആന്റി, അങ്കിൾ ഇവിടെ വന്നു കയറുന്ന ആ നിമിഷം ആന്റി എനിക്ക് വിവരണ്ട. പിന്നെയൊന്നും ആന്റി അറിയണ്ട. അങ്കിളിന്റെ ഡെഡ് ബോഡിക്കരികിൽ കള്ളക്കണ്ണീരൊഴുക്കി കരയാൻ ആന്റി ഒന്ന് തയ്യാറായിരുന്നാൽ മതി. എന്തേ? പുന്നാര മോളെ കാണാൻ തമ്പി ഒന്ന് വന്ന് ഇറങ്ങിക്കോട്ടെ, അപ്പോഴേ ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ ആന്റി, ആ കോളിനായി ഞാൻ കാത്തിരിക്കാം. തമ്പി സാറേ, ഒന്ന് വേഗം വാ. പൊന്നു മോളെ അവസാനമായിട്ടൊന്ന് കണ്ടിട്ട് ഒരന്തിചുംബനമൊക്കെ കൊടുത്തിട്ട് അങ്ങ് ഇറങ്ങിക്കോ. ഒരു മടങ്ങി വരവിന് നിങ്ങൾ ഇനി ഉണ്ടാവില്ല. ജലജകുമാരി കോടിപതിയുടെ കസേരയിൽ ഇരിപ്പുറപ്പിക്കാൻ പോവാ. തലയ്ക്ക് മുകളിലെ ചുവരിൽ പൂമാലയിട്ടൊരു ചിത്രമായിട്ട് പോലും പിന്നെ തമ്പി ഉണ്ടാവില്ല. ഈ ഫോണിൽ നിന്ന് സഞ്ജുവിനൊരു കോൾ.
അതോടെ തീരും തമ്പി എന്ന അധ്യായം. നിങ്ങൾ എപ്പോഴും എന്തിനാ ഫോണിൽ കളിക്കുന്നേ? എന്റെ കാര്യം നോക്കാനാ നിങ്ങൾ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഇനി നിന്റെ കാര്യം നോക്കാൻ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ മോളെ. അമ്മ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു. ഇവിടെ തീരുമാനം എടുക്കാനേ ഞാനുണ്ട്. അധികം താമസിയാതെ പല രാജ്യങ്ങളിലും ഞാൻ ബിസിനസ് ടൂറിന് പോകും. എന്റെ മോളും കൂടെ ഉണ്ടാവും. നമ്മളെ വിമാനത്തിലാ പോകുന്നത്. വിമാനത്തിലോ? വിമാനം എനിക്ക് പേടിയാ. നിങ്ങൾ എന്നെ വിമാനത്തിൽ നിന്ന് തള്ളി താഴെ ഇട്ട് കൊല്ലൂ. അതെ വന്നേ വാ, എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ? വാ, കഴിക്കാനുള്ളതൊക്കെ ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പോയി എടുത്ത് കഴിക്കേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ചാലേ നിങ്ങൾ കഴിക്കണം. ഞാനേ എനിക്ക് ഇഷ്ടമുള്ളതേ കഴിക്കുള്ളൂ. ഇങ്ങോട്ട് വാ, വന്നേ. ഞാൻ പറയുന്നത് നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണം. പിടിച്ചു വലിക്കാതെ, എന്റെ കൈ വേദനിക്കുന്നു. വിട് നീ. എനിക്ക് വിശക്കുന്നു. ഞാൻ പറയുന്നത് വെച്ചുണ്ടാക്കി താ. നാശം. എന്താ നിനക്ക് വേണ്ടെന്ന് വെച്ചൊന്ന് പറഞ്ഞു തൊലയ്ക്ക. പറയട്ടെ, എനിക്ക് ബിരിയാണി വേണം. ബിരിയാണിയോ? ബിരിയാണി എന്ന് പറഞ്ഞപ്പോഴേ എന്റെ നാവില് വെള്ളം ഊറി. എനിക്ക് ബിരിയാണി വേണം. നിന്റെ അച്ഛനോട് വിളിച്ചു പറഞ്ഞേ, ബിരിയാണിയും കുഴിമന്തിയും ഒക്കെ അയാൾ മേടിച്ചോണ്ട് തരും. ബിരിയാണി നിങ്ങളോട് പറഞ്ഞു കേട്ടില്ലേ? എനിക്ക് ബിരിയാണി വേണം. 10 മിനിറ്റ് ഞാൻ സമയം തരും. അതിനുള്ളിലേ എനിക്ക് ഒരു ഉരുളി നിറയെ കിട്ടണം. ഭ്രാന്താണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. പെറ്റ തള്ളയുടെ മുന്നിലാ അവളുടെ ആജ്ഞ അഹമ്മദി. എനിക്ക് ആനയുടെ അല്ലല്ല ഒട്ടകത്തിന് ബിരിയാണി വേണം. ഞാൻ പറഞ്ഞു കേട്ടില്ലേ? എനിക്ക് ഒട്ടകത്തിന്റെ ബിരിയാണി തന്നെ വേണമെന്ന്. ഇങ്ങോട്ട് വാ, വന്നേ. എനിക്ക് വേഗം ബിരിയാണി ഉണ്ടാക്കി തരാൻ. എനിക്ക് വിശക്കുന്നു. അതെ, പോയി ഒട്ടകത്തിന്റെ ബിരിയാണി ഉണ്ടാക്ക്. 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരും. ബിരിയാണി റെഡി ആയില്ലെങ്കിലേ നിങ്ങളെ ഞാൻ ബിരിയാണി വെച്ച് തരും. കേട്ടല്ലോ? നാശം. ഇവളെ കൊണ്ട് പൊറുതി മുട്ടി. തമ്പിയെ തീർക്കുന്നതിന് മുൻപ് ചിലപ്പോ ഇവളെ എനിക്ക് കാലപുരിക്ക് അയക്കേണ്ടി വരും. സിജ, ഞാൻ ഒന്നുകൂടി സീതയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഉൾക്കൊണ്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സീതയുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചു നോക്കിയാൽ സീതയുടെ അധികം കുറ്റം പറയാനും നോക്കില്ല. ശിവ ഉണ്ടാക്കിയ മുറിവ് ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുമല്ലേ. ഇനി അപ്പച്ചിയമ്മ എങ്ങനെയാണാവോ? വിവരം അറിയുമ്പോൾ സീതയെപ്പോലെ തന്നെ അപ്പച്ചമ്മ ആദ്യം ഉറഞ്ഞതുള്ളൂ, പിന്നെ തണുത്തോളും. ഡോക്ടർ എങ്ങാനും വന്നോ? ഇല്ല ബാലേട്ടാ. സിജ, എന്തോ പ്രശ്നമുണ്ട്. വാ. എന്താ ഡോക്ടർ, എന്താ ഉണ്ടായത്? അത് എല്ലാം കൺട്രോളിലായിരുന്നു. പെട്ടെന്ന് ബ്ലഡ് വരാൻ തുടങ്ങിയത്. ലെസ്ലി ഡോക്ടർ അകത്തുണ്ട്. അല്ല, പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഇങ്ങനെ. സ്ഥാനം തെറ്റിക്കിടന്ന ഞരമ്പ് വികസിച്ചിട്ടുണ്ടാവണം. അങ്ങനെയുണ്ടായ ബ്ലഡിന്റെ ഓവർഫ്ലോ ആകാനാണ് സാധ്യത. നേരത്തെ നടത്തിയ ട്രീറ്റ്മെന്റിലൂടെ കുട്ടിമണിയുടെ ഓർമ്മകൾ വീണ്ടെടുക്കാനായെങ്കിലും മനസ്സിന്റെ സ്റ്റെബിലിറ്റി അത് സാധാരണ നിലയിലായിരുന്നില്ല. മാനസിക വളർച്ച പൂർണ്ണമായെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ആന്തരികമായി അത് സംഭവിച്ചിട്ടില്ല. മനസ്സിന്റെ ഭിന്ന മുഖങ്ങൾ അതാണിപ്പോ കുട്ടിമണിയിലുള്ളത്. കുട്ടിമണിയുടെ മനസ്സ് അതിപ്പോഴും പിടികിട്ടാതെ നിൽക്കുക. അതിന്റെ കൺഫ്യൂഷനിലാ ലെസ്ലി ഡോക്ടർ. പ്രാർത്ഥിക്കുക. എന്റെ കുട്ടു പെട്ടെന്ന് ഇങ്ങനെ ചോര വന്നെങ്കിലും ലെസ്ലി ഡോക്ടറിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇപ്പോഴും. ആ വിശ്വാസം എനിക്കുണ്ട് ബാലേട്ട. പക്ഷെ ഇപ്പൊ എനിക്കെന്തോ എന്റെ ഈശ്വരന്മാരെ,
ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് ഒരിക്കലും ഒരു അറുതിയില്ലേ? ഒരാൾ പോലും വേദനിക്കരുതെന്ന് ആശിക്കുന്നവരാണ് ഞങ്ങള്. ആ ഞങ്ങളോട് തന്നെ ഇങ്ങനെയൊക്കെ. തക്ക സമയത്ത് തന്നെ അവിടെ എത്തിക്കാൻ പറ്റിയതുകൊണ്ട് പേടിക്കാനൊന്നും ഇല്ല അപ്പച്ചിയമ്മേ. അവിടെ സായിപ്പ് ഡോക്ടർ ഉള്ളത് ഭാഗ്യമായി. എല്ലാ അസുഖങ്ങളും മാറ്റി കുട്ടിമണിയെ തിരികെ തരാമെന്ന് സായിപ്പ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ആരോരുമില്ലാത്ത എന്റെ കുട്ടി. ഓ, ആരോരുമില്ലാന്ന് ആരാ പറഞ്ഞത്? ഈ പറഞ്ഞ ഡോക്ടർമാരൊക്കെ കുട്ടിമണിയെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ മനസ്സിനും ബാലിനും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ. അതെ, ദൈവത്തെ പോലെ വിശ്വസിക്കാൻ ഡോക്ടറെ നമുക്ക്. നമ്മുടെ കുട്ടിമണിക്ക് ഒരാപത്തും വരില്ല അപ്പച്ചിയമ്മേ. പക്ഷേ ആപത്ത് വരാൻ പോകുന്നത് വേറെ വഴിക്കാ. വേറെ വഴിക്ക് ആപത്ത് വരുന്നെന്നോ? അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത്? എന്താ മോളെ? അത് അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ശിവാനി ശിവാനിക്ക് എന്താ മോളെ? നമ്മളിൽ ഒരാളായി കണക്കാക്കി ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന ശിവാനി ശരിക്കും ആരാണെന്നറിയോ? ശിവയുടെ പെങ്ങളാ. എന്താ പറഞ്ഞേ? ശിവാനി ശിവയുടെ പെങ്ങളാണെന്നോ? അതെ അപ്പച്ചിയമ്മേ, നമ്മളെയൊക്കെ കണ്ണീരിലാക്കിയ ആ ദുഷ്ടൻ ശിവയുടെ പെങ്ങളാ ശിവാനി. ഇക്കാര്യം മോൾ എങ്ങനെ അറിഞ്ഞു? അത് ഈ സമയത്ത്? സിജനും ബാലേട്ടനും പറഞ്ഞതാ. ഇക്കാര്യം അവർക്ക് നേരത്തെ അറിയായിരുന്നു. എന്റെ പരുത്തിക്കാവിൽ അമ്മേ, ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എന്റെ ശാരദയെ കൊന്നവന്റെ അനിയത്തിയാണോ നമ്മൾ ഇവിടെ കയറ്റി പൊറിപ്പിക്കുന്നത്? അത്രയ്ക്ക് വെളിവില്ലാതായി പോയോ ബാലനും മനസ്സിനും? ശിവ തെറ്റുകാരനാണെങ്കിലും ശിവാനി ഒന്നും അറിയാത്ത പാവമാണെന്നാ രണ്ടാളും പറയുന്നത്. അത് അവരാണോ തീരുമാനിക്കേണ്ടത്? ആ നാശം പിടിച്ചവനുമായിട്ട് ബന്ധപ്പെട്ടവരെല്ലാം തെറ്റുകാരാണ്. ഓ എന്റെ സുഭദ്രയെ, നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ. ബാലനും മനസ്സിനും ഒക്കെ അത്ര വകതിരിവില്ലാത്തവരല്ലല്ലോ. അവരെന്താ മനസ്സിൽ കണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ശിവയുമായിട്ട് ചങ്ങാത്ത ഉണ്ടായിരുന്ന കാലം തൊട്ടേ ശിവാനിയെ സ്വന്തം അനിയത്തിയായിട്ടാ സിജൻ കണ്ടിരുന്നത്. ശിവയുമായി തെറ്റിയിട്ടും അവരുടെ ബന്ധം ഉലഞ്ഞില്ല. ഇപ്പൊ ശിവയെ തേടിയാ ശിവാനി സിജന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അമ്മയെ കൊന്ന ശിവയുടെ അനിയത്തിയെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ബാലേട്ടനും സിജനും പിടിവാശി തന്നെയാ. ശിവാനിയെ തള്ളിക്കളയാൻ പറ്റില്ല എന്നും പറഞ്ഞു. ഓ, ഒന്നും കാണാതെ അവൻ അങ്ങനെ പറയില്ലല്ലോ. എന്തായാലും നമുക്ക് ഒന്നും പറയണ്ട. ഇത് കേട്ടപ്പോ മുതൽ എന്റെ ഉടലാകെ വിറയ്ക്കുകയാണ്. എന്തൊരു മഹാ അപരാധമാണ് നമ്മൾ ചെയ്തത്. ശാരദയുടെ ആത്മാവ് പൊറുക്കോ നമ്മളോട്? ഇല്ല അപ്പച്ചമ്മേ, പൊറുക്കില്ല. അതിന്റെ സൂചനയാ കുട്ടിമണിക്ക് ഇപ്പൊ ഇങ്ങനെ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അത് തന്നെ. അല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ കുട്ടിമണിക്ക് വല്ലാഴിക വരാൻ ഒരു കാര്യവും ഇല്ല. ഓ, നിങ്ങൾ എന്തൊക്കെയായി ചിന്തിച്ചു കൂട്ടുന്നത്? എന്തൊക്കെ അനർത്ഥം തോന്നിയാലും ശാരദയും അച്യുതനും കുട്ടിമണിയെ വേദനിപ്പിക്കുന്നു തോന്നുന്നുണ്ടോ? അവരൊരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇല്ല, എനിക്കൊരു സമാധാനവും ഇല്ല. ഓ, ശിവ തെറ്റുകാരൻ തന്നെയാണ്, കൊലയാളി. അവനെ കാലപുരിക്ക് അയച്ചത് ഇവിടെ തന്നെയല്ലേ? അതോടെ അത് അവസാനിച്ചു. ഇനി ശിവാനിയോട് പക കാണിക്കണോ? ബാലേട്ടന്റെ സിജന്റെ സ്വരം തന്നെയാണല്ലോ അപ്പച്ചിയപ്പനും. ആണുങ്ങളൊക്കെ ഒറ്റക്കെട്ട്. പക്ഷേ ഞാൻ അപ്പച്ചിയമ്മയുടെ ഭാഗത്താ. അത് അപ്പോഴ 50, 40 മൊത്തം അത്ര. ഹായ് അച്ഛൻ. അച്ഛൻ എപ്പോഴാ വന്നേ? അച്ഛൻ മോളെ കാണാൻ വേണ്ടി ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ. ആണോ? അച്ഛൻ എന്താ നേരത്തെ വരാത്തെ? അല്ല, എന്താ ഇത്? ഇതെന്റെ മോക്കുള്ള പുതിയ ഡ്രസ്, പിന്നെ ഇത് മോക്ക് ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ്. എനിക്ക് ചോക്ലേറ്റ് മതി. ഡ്രസ് അച്ഛൻ എടുത്തോ. ഇത് രണ്ടും മോക്ക് വേണ്ടി അച്ഛൻ വാങ്ങിച്ചതാ. മോൾ എപ്പോഴും നല്ല വസ്ത്രങ്ങൾ ഇട്ട് കാണുന്നത് അച്ഛൻ ഇഷ്ടം. നല്ലത് ചിന്തിക്കണമെന്നും നല്ലത് പ്രവർത്തിക്കണമെന്നും നല്ലത് ധരിക്കണമെന്നും മാത്രമല്ലേ അച്ഛൻ മോൾ ഉപദേശിച്ചിട്ടുള്ളൂ. ആണോ? അതെ, ഞാൻ മറന്നുപോയി. ഞാനേ എല്ലാം ഒന്ന് ഓർക്കട്ടെ, എന്നിട്ട് അച്ഛൻ പറഞ്ഞ പോലെ ചെയ്യാം. അച്ഛാ, എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എന്റെ മോളുടെ ഓർമ്മയിലേക്ക് എല്ലാം വരും. അച്ഛനെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്.
അച്ഛന് വേണ്ടി മോളും പ്രാർത്ഥിക്കും. ആണോ? ഈശ്വര വിചാരം വേണം മോളെ, എങ്കിലേ ഈ ലോകത്ത് നമുക്ക് മനുഷ്യരായി ജീവിക്കാൻ പറ്റൂ. പിന്നെ അച്ഛനൊരു യാത്ര പോവാണ്, ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് 1-2 ദിവസം സിംഗപ്പൂരേക്ക്. അച്ഛൻ എങ്ങോട്ട് പോണ്ട, അച്ഛൻ എന്റെ അടുത്ത് ഇരുന്നാ മതി. എനിക്ക് അച്ഛനെ എപ്പോഴും കാണണം. മോളെ, അച്ഛന് പോവാതിരിക്കാൻ പറ്റില്ല. തമ്പി, നിങ്ങൾ പോണം. സിംഗപ്പൂരിലേക്കല്ല, കാലപുരിയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതിനുള്ള ടിക്കറ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞു. സിംഗപ്പൂരേക്ക് രവി അയക്കണം എന്ന് അച്ഛൻ ഉദ്ദേശിച്ചത് നമ്മളെ. പക്ഷേ ബാംഗ്ലൂരിലെ ജോലി തിരക്കിനിടയ്ക്ക് രവിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. 2 ദിവസത്തേക്കാണെങ്കിൽ പോലും എന്റെ മോളെ പിരിഞ്ഞിരിക്കുന്നതിൽ അച്ഛന് സങ്കടമുണ്ട്. വേറെ നിർവാഹമില്ല. അച്ഛൻ എങ്ങോട്ടും പോണ്ട, അച്ഛൻ ഇവിടെ തന്നെ നിക്കേ. ഞാൻ സിംഗപ്പൂർക്ക് പോവാം. അല്ലെങ്കിൽ വേണ്ട, അച്ഛൻ എന്നെയും കൊണ്ടുപോ, ഞാനും വരാം. അയ്യോ മോളെ, അച്ഛനൊരു ഒഫീഷ്യൽ യാത്ര പോവില്ലേ? അച്ഛൻ മോളെ പിന്നീട് ഒരിക്കൽ കൊണ്ടുപോവാം. സിംഗപ്പൂരേക്ക് മാത്രമല്ല, ഈ ലോകം മുഴുവൻ നമ്മൾ ചുറ്റിക്കറങ്ങും. എന്റെ മോളുടെ അസുഖം ഭേദായിക്കോട്ടെ. ഈ അച്ഛൻ എന്റെ മോൾക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും അത്. അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ ഇനി ഞാനുണ്ട്. എല്ലാം പരലോകത്തിരുന്ന് തമ്പിക്ക് കണ്ണു നിറയെ കാണാം. അച്ഛൻ എന്റെ അടുത്ത് എങ്ങും പോണ്ട. നോക്ക്, എന്റെ മോളിപ്പോ നല്ലൊരു കുട്ടിയാണ്, നല്ല ശീലമുള്ള, അച്ഛന്റെ വാക്കുകൾ അനുസരിക്കുന്ന ഒരു മിടുക്കി കുട്ടി. അറിയാലോ? അറിയാം. മോശക്കാരെ അമ്മയിൽ നിന്നും പഠിച്ചതും അറിഞ്ഞതുമെല്ലാം എന്റെ മോള് മറന്നു കഴിഞ്ഞു. നോക്ക്, ഇപ്പോ അച്ഛന്റെ മോളാ നീ, അച്ഛന്റെ മാത്രം. അതെ അതെ. എന്നെ കുറ്റപ്പെടുത്താൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നിങ്ങൾ പാഴാക്കരുത്. കുറ്റം ചെയ്തവരെ ഇകഴ്ത്താനല്ലാതെ പുകഴ്ത്താൻ ഞാൻ പഠിച്ചിട്ടില്ല. നീ എന്റെ മുന്നിൽ മാത്രമല്ല, എന്റെ മകളുടെ മുന്നിലും സർവേശ്വരന്റെ മുന്നിലും നീ കുറ്റക്കാരി തന്നെയാ. എന്താ ഞാൻ ചെയ്ത കുറ്റം? എന്റെ ഒരേ ഒരു മകളെ അതിരറ്റ് സ്നേഹിച്ചു പോയതോ? അതിന് ഏത് കോടതിയാണ് എന്നെ ശിക്ഷിക്കുന്നതെന്ന് ഒന്ന് കാണട്ടെ. അതിന് നീ എന്റെ മകളെ സ്നേഹിക്കായിരുന്നില്ലല്ലോ. നിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി നീ എന്റെ മകളെ ദുഷ്ടലാക്കോടെ ഉപയോഗിക്കായിരുന്നില്ലേ? പിന്നെ കോടതി, മനസാക്ഷിയുടെ കോടതിയിൽ പോലും മാപ്പില്ലാത്ത കുറ്റങ്ങളാ നീ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പെറ്റമ്മയ്ക്ക് ഈശ്വരൻ തരുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് കൺമുമ്പിൽ കാണേണ്ടി വരുന്ന മോളുടെ ഈ ദുരവസ്ഥ പോലും. ലോകത്തൊരച്ഛനും അമ്മയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു പോകുന്ന മകളെ ഓർത്ത് ആശങ്കപ്പെടാറില്ല. പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ. മാറി നിൽക്കുന്ന ഓരോ നിമിഷവും നീ കാരണം എന്റെ മോൾക്ക് പല ആപത്തുകളും സംഭവിക്കുമെന്നുള്ള ആദ്യ എനിക്ക്. ഇത്രയും കാലം എന്റെ തണലിൽ വളർന്നവളല്ലേ ഇവള്. ഭ്രാന്തില്ലായിരുന്നെങ്കിൽ ഈ വർത്തമാനത്തിന് നിങ്ങളുടെ ചെകിടടിച്ച് തകർത്തേനെ. കൈവിട്ടുപോയ മനസ്സ് മോളൊന്ന് തിരിച്ചു പിടിച്ചോട്ടെ. പിന്നെ നിന്നോട് എണ്ണി എണ്ണി കണക്ക് തീർക്കാൻ പോകുന്നത് ഈ ഞാനായിരിക്കില്ല, എന്റെ മോളായിരിക്കും. അല്ല മോളെ? അതെ, കണക്കുകളെല്ലാം ഞാൻ പഠിപ്പിക്കും. ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ചൂട്ടാടിയും തരും. അച്ഛോ വരുമ്പോഴേ 4 ചൂരൽ മേടിച്ചോണ്ട് വരണം. 4 ചൂരൽ ഒരുമിച്ച് വെച്ച് നല്ല അടി കൊടുക്കണം. അച്ഛൻ ഇറങ്ങാൻ പോലെ. എന്റെ മോളോട് യാത്ര പറയാനുള്ള മരക്കരുത്ത് അച്ഛനില്ല. നോക്ക്, അച്ഛൻ മടങ്ങി വരുന്നതുവരെ എന്റെ മോള് നല്ല കുട്ടിയായിരിക്കണം കേട്ടോ. പൊയ്ക്കോ. ഈ പോക്ക് മരണത്തിലേക്കാ. ഞാൻ വിധിച്ച മരണത്തിൽ നിന്നും തലനാരിഴയ്ക്ക് പോലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. ആർക്ക് വേണത്? ശാരദ, അറിയാതൊരു തെറ്റ് പറ്റി, അതിനിങ്ങനെ ശിക്ഷിക്കരുത്. തെറ്റ് ചെയ്തെങ്കിൽ അത് തിരുത്തിക്കൊള്ളാം, അല്ലാതെ ഞങ്ങളിങ്ങനെ കണ്ണീര് കുടിപ്പിക്കരുത്.
നിങ്ങളും കൂടി അറിഞ്ഞോണ്ടാണോ കുട്ടിമണിക്ക് ഈ അവസ്ഥ വന്നത്? കുട്ടിമണിയെ അങ്ങോട്ട് കൊണ്ടുപോവാൻ പോവുകയാണോ? കുട്ടിമണിയെ മാത്രമാക്കണ്ട, ഈ കുഞ്ഞുമണിയെയും ഞങ്ങളെല്ലാരെയും കൊണ്ടുപോയിക്കോ. ശാരദ, അച്യുത, നമ്മുടെ കുട്ടിമണിയെ നല്ല രീതിയിൽ തിരിച്ചു തരണം. കുട്ടിമണിക്ക് വല്ലതും പറ്റിയ പിന്നെ ഞങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല. ദാ കുഞ്ഞുമണിയെ നോക്ക്, പിച്ച വച്ച് വരുന്നതേ ഉള്ളു. എല്ലാരെയും ഒന്നിച്ചു കൊണ്ടുപോകാനാണെങ്കിൽ ആയിക്കോ, അല്ലാതെ കുട്ടിമണിയെ മാത്രം കൊണ്ടുപോയി ഞങ്ങളെ ദുരിതക്കടലിലാക്കാനാണെങ്കിൽ വേണ്ട. മതി, ഇത്രയൊക്കെ മതി. മോളെ കുഞ്ഞുമണി, തൊഴുത് കൈകൂപ്പി പറ, അമ്മയ്ക്കൊരാപത്തും വരുത്തരുതേന്ന്. എടാ സഞ്ജു, പുന്നാര മോളെ കാണാൻ അച്ഛൻ വന്നിരുന്നു. സിംഗപ്പൂരിലേക്ക് ഒരു ബിസിനസ് യാത്രയെന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയിട്ട് അധിക നേരമായോ? ഇല്ല, ഇതുവരെ ഇല്ലാത്തൊരു യാത്ര പറച്ചിൽ മോളോട് പറഞ്ഞിട്ടാ അയാൾ ഇവിടുന്ന് ഇറങ്ങിയത്. ആന്റി ധൈര്യമായിട്ടിരിക്കെ, ഇത് അങ്കിളിന്റെ അവസാനത്തെ യാത്രയാ. ആയിരിക്കണം. സിംഗപ്പൂരിലേക്കല്ല, കാലപുരിയിലേക്ക്. അങ്കിളിനെ അവിടെ എത്തിക്കുന്ന കാര്യം ഞാനേറ്റു ആന്റി. അതിനുള്ള സെറ്റപ്പ് എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി അങ്കിളൊന്ന് വലയിൽ വീണ് കിട്ടിയാൽ മാത്രം മതി. എന്താ നിന്റെ പ്ലാനിങ്? ഒരു ധൈര്യമില്ലാത്ത അതിക്രൂരമായ പ്ലാനിങ്. മനക്കരുത്ത് കൊണ്ടുള്ള ഒരു കളിയല്ലേ ആന്റി? തമ്പിയുടെ മരണം ഉറപ്പാക്കിയെന്നുള്ള നിന്റെ ഒരു വിളി വരുന്നത് വരെ എനിക്കൊരു സമാധാനവും കിട്ടില്ല. ആന്റി, അങ്കിൾ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായൊരു പോയിന്റിലെത്തുമ്പോൾ ആ വണ്ടി തനിയെ നിൽക്കും. എയർപോർട്ടിലേക്കുള്ള യാത്ര മുടങ്ങുമെന്ന ആശങ്കയിൽ നിൽക്കുന്ന അങ്കിളിന് മുന്നിലേക്ക് നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കതനുസരിച്ച് ഞങ്ങളുടെ വാഹനം ചെന്ന് നിൽക്കും. പിന്നീട് അങ്കിളിന്റെ യാത്ര ആ വാഹനത്തിലായിരിക്കും. നമ്മുടെ വാഹനത്തിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്കിൾ ഒരിക്കലും പുറലോകം കാണാൻ പോകുന്നില്ല. ആ, കാണരുത്. കൃത്യേറ്റ ആളോട് പറഞ്ഞേക്ക്, പ്രതീക്ഷിക്കുന്നതിനപ്പുറം ഒരു സമ്മാനം എന്റെ വക ഉണ്ടാവുമെന്ന്. എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ആന്റിയെ വിളിക്കാം. ഓക്കെ, ശരി. എല്ലാം എന്റെ കൈകളിലേക്ക് വരാൻ പോകുന്നു. തമ്പിയുടെ പരിഹാസവും കുത്തുവാക്കുകളും ആട്ടും തുപ്പും ഏറ്റു കഴിഞ്ഞ എന്റെ ജീവിതം നാളത്തെ സൂര്യോദയം മുതൽ പുതിയ രീതിയിലേക്ക്. ഏയ്, സ്പീഡ് ഓർക്കെ. നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അങ്കിളിന് സംശയം തോന്നരുത്. അതെ സുരേ, നമ്മൾ കുറേ നേരമായല്ലോ അങ്കിളിൻ്റെ പറയുന്നത് ഓടാൻ തുടങ്ങിയിട്ട്. ആക്ച്വലി എവിടെ എത്തുമ്പോഴാണ് അങ്കിളിന് വേണ്ടി നിൽക്കുന്നത്? സഞ്ജു, അതിങ്ങനെ കൂടെ കൂടെ ചോദിക്കുകയൊന്നും വേണ്ട. അധികം താമസിയാതെ ആ വണ്ടി അവിടെ നിൽക്കും. അപ്പോഴാ നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് തോന്നുന്നില്ല. ആ പോക്ക് കണ്ടിട്ട് അങ്കിളിൻ്റെ വണ്ടി എയർപോർട്ടിൽ എത്തിയാലും നിൽക്കാൻ പോകുന്നില്ല. നിർത്ത് നോക്ക് സഞ്ജു, നിങ്ങളുടെ അങ്കിളിന്റെ ആയുസിന് ദാ ഇത്ര ദൂരം മാത്രമേ ബാക്കിയുള്ളൂ. അല്ല സുരേ, ഇനി എന്താ നമ്മുടെ പ്ലാൻ? ഇറങ്ങും. എയർപോർട്ടിലേക്കുള്ള യാത്ര ആയതുകൊണ്ട് മഹാദേവൻ തമ്പിക്ക് ഇപ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. സർവീസ് സെന്ററിൽ നിന്ന് ആൾ വരാതെ ആ കാറിന് സ്റ്റാർട്ടാവില്ല. ആ വണ്ടിയല്ലല്ലോ നമ്മുടെ ലക്ഷ്യം, അങ്കിളല്ലേ? അതെ, ആ ലക്ഷ്യത്തിനെ പൊക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഈ കാറിൽ നിന്ന് ഇറങ്ങിയത്.
സഞ്ജു, നീ കണ്ടോ? ഞാൻ 3 വരെ എണ്ണുന്നതിനകം മഹാദേവൻ തമ്പി ആ കാറിന് പുറത്തിറങ്ങിയിരിക്കും. 1. എന്താ പ്രശ്നം? സ്റ്റാർട്ട് ആവുന്നില്ല സാർ. 3. ദേ അങ്കിൾ ഇറങ്ങി. കിട്ടുന്ന ഏതെങ്കിലും വണ്ടിയിൽ ചാടിക്കേറി എയർപോർട്ടിലെത്തണം. നിങ്ങളുടെ അങ്കിളിന്റെ മനസ്സിലിപ്പോ ആ ഒരു ചിന്ത മാത്രമായിരിക്കും. ഞാൻ നോക്കട്ടെ സാർ. യെസ് അങ്കിള് വണ്ടി പ്രതീക്ഷിച്ച് നിൽക്കുക. നമ്മുടെ കാർ ഇതാ മൂവ് ആവുന്നു. മഹാദേവൻ തമ്പി അതിന് കൈ കാണിക്കുന്നു. കാർ നിർത്തുന്നു, തമ്പി അതിലേക്ക് കയറുന്നു. പിന്നെ കാർ എയർപോർട്ടിലേക്കല്ല, പരലോകത്തിലേക്ക് പറക്കുന്നു. ഓക്കെ, കൊള്ളാം, സൂപ്പർ. ഹലോ മിസ്റ്റർ മഹാദേവൻ തമ്പി. ആ ഹലോ പീറ്റർ. എന്താ ഇവിടെ? ഇത് അല്ല, വണ്ടി ഒന്ന് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി. ഓ, അത് ശരി. ഇവിടം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. തമ്പി എങ്ങോട്ടേക്കാ? ഞാൻ എയർപോർട്ടിലേക്കാ. ഞാനും എയർപോർട്ടിലേക്കാ. ആഹാ. എൻ്റെ ബ്രദർ സിംഗപ്പൂരിൽ നിന്ന് വരുന്നുണ്ട്. അവനെ പിക്ക് ചെയ്യാൻ പോവാ. ആ, ലഗേജ് എടുത്തോണ്ട് പോവാ. എന്നിട്ട് നമുക്ക് എൻ്റെ വണ്ടി പോവാം. എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞു പോവാന്നേ. താൻ വാ. ആയിക്കോട്ടെ. ഓ ഷിറ്റ്, കംപ്ലീറ്റ് തുറച്ചല്ലോ. താൻ കേറ്. ആ ഗോപി, ആ ലഗേജ് ഒക്കെ എടുത്ത് വെച്ചേ. നാശം. അകത്തെ മുറിവ് ചെറുതായി ഉണങ്ങാനുണ്ട്. അതിന് വീട്ടിൽ പോയി റെസ്റ്റ് എടുത്താൽ മതി. ഇന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം. സമാധാനായി. ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് എഴുതി തരാം. അത് കൃത്യമായി കഴിക്കണം. മരുന്നുകളൊക്കെ ഞാൻ കഴിക്കാം. പക്ഷേ വീട്ടിൽ ചെന്ന അടങ്ങി ഒതുങ്ങി ഇരിക്കണമെന്ന് മാത്രം പറയരുത്. പിച്ചളയ്ക്ക് അത് ശീലമില്ലാത്തോണ്ടാ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒരാഴ്ച കൂടി ഇവിടെ കിടത്താം. അയ്യോ വേണ്ടേ, ഡോക്ടർ പറഞ്ഞത് പോലെ തന്നെ ഞാൻ ചെയ്തോളാം. ശരി, മരുന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങിക്കോളൂ. ഞാൻ എഴുതി കൊടുത്തേക്കാം. ഈ ജയിലിൽ നിന്നൊന്ന് ആശ്വാസം കിട്ടിയെന്ന് കരുതിയതാ. ഇനി വീട്ടിൽ ചെന്ന് ഈ കിടപ്പ് കിടക്കണമെന്ന് പറഞ്ഞ വല്ലാത്ത കഷ്ടം തന്നെ. ഇതിലും ഭേദം വല്ല സെൻട്രൽ ജയിലിലും കൊണ്ടുപോയി ഇടണം. അതെ, ഒരാഴ്ച എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ പോയി കിട്ടും. ഓ, അകത്തെ മുറിവ് ശരിക്കും ഉണങ്ങണെങ്കിലേ നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. ഓ, അതിനിപ്പോ എനിക്കൊരു കുഴപ്പമില്ലല്ലോ ശിവാനി. നോക്ക്, ഞാൻ ഇപ്പൊ മൊത്തത്തില് പെർഫെക്റ്റ് അല്ലേ? അല്ല, നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ പ്രയാസപ്പെടുന്നുണ്ടല്ലോ. എല്ലാം ഞാൻ കാണുന്നതല്ലേ. അത് പിന്നെ കയ്യും കാലും വീശി ഒരു നടപ്പ് നടക്കുമ്പോ അതങ്ങോട്ട് മാറിക്കോളും. അതെ, വീട്ടിലെ ഡോക്ടർ ഞാനായിരിക്കും. എന്നെ അനുസരിക്കുന്നതായിരിക്കും അവിടെ നല്ലത്. അനുസരണക്കേടൊന്നും കാട്ടാൻ ഞാനില്ലേ. എങ്കിൽ വേഗം പോവാൻ റെഡിയായി വാ. ആദ്യം കുട്ടിമണിയെ പോയൊന്ന് കാണണം. എന്റെ പ്രാർത്ഥന മാത്രമല്ല, കുട്ടിമണിയുടെ പ്രാർത്ഥന കൂടി കൊണ്ടാ പെട്ടെന്നിങ്ങനെ സുഖപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇറങ്ങുമ്പോ നമ്മൾ രണ്ടാളും ആദ്യം ചെല്ലേണ്ടത് കുട്ടിമണിയുടെ അരികിൽ തന്നെയാ. അല്ല, അത് ശിവാനി, നമുക്ക് വയലോരം വീട്ടിലേക്ക് തന്നെ പോവാം. വലിയ മനസാക്ഷിയുള്ള ആളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ സംസാരിക്കുക? രോഗവിവരങ്ങൾ അറിഞ്ഞ് കുട്ടിമണിയെ ഒന്ന് ആശ്വസിപ്പിച്ചാൽ എന്താ? കുട്ടിമണി പെങ്ങളെ ഒരു രോഗിയായിട്ട് ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ശിവാനി. പിന്നെ ഡോക്ടർ പറഞ്ഞാക്ക ശിവാനി മറന്നുപോയോ? നേരെ നമുക്ക് വീട്ടിലേക്ക് തന്നെ പോവാം. ഒരാഴ്ച റെസ്റ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഒരുമിച്ച് പോവാം. അത് പറ്റില്ല. ആദ്യം കുട്ടിമണിയുടെ അടുത്തേക്ക്, പിന്നെ നമുക്ക് വയലോരം വീട്ടിലേക്ക് പോവാം. ശിവാനി വേണ്ട, ഒന്നും പറയണ്ട. ഞാൻ സിജനെ ഒന്ന് വിളിക്കട്ടെ. ഈശ്വരാ, ഇതാകെ കുഴപ്പാവല്ലോ. ശിവയുടെ പെങ്ങളാണ് ശിവാനി എന്നറിഞ്ഞു തീക്കനൽ പോലെ ചുട്ടുപഴുത്ത് നിൽക്കുന്നിടത്തേക്ക് എങ്ങനെയാ? ആ സിജന, സിജന,
എന്തെന്റെ വിളിക്കൊരു മറുപടി ഇല്ലാത്ത? ആ ശിവാനി, സിജന്റെ സന്തോഷം തോന്നുന്ന ഒരു വാർത്ത പറയട്ടെ. എന്താ ശിവാനി? ഇവിടുന്ന് ഡിസ്ചാർജ് ആയി. വീട്ടിൽ ചെന്ന് ഒരാഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു ഡോക്ടർ. ഞങ്ങളിവിടുന്ന് ഇറങ്ങാൻ പോവാ. ആ എന്താ സിജന ഒരു സന്തോഷക്കുറവ് പോലെ? ഏയ് സന്തോഷക്കുറവൊന്നുമില്ല ശിവാനി. ആ പിന്നെ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ അങ്ങോട്ടേക്കാ വരുന്നത്. എല്ലാരും അവിടെ തന്നെ ഇല്ലേ? ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങാൻ പോവാ. ബാക്കിയൊക്കെ അവിടെ വന്നിട്ട് പറയാം. ബാലേട്ടാ, പിച്ചള ഇന്ന് ഡിസ്ചാർജ് ചെയ്യണമെന്ന്. ആണോ? പിച്ചള വിളിച്ചോ? ഡിസ്ചാർജ് വിവരം വിളിച്ചു പറഞ്ഞത് ശിവാനിയാ. രണ്ടാളും കൂടി നേരെ ഇങ്ങോട്ട് വരികയാണെന്ന്. ഇവിടെ നടന്നതൊന്നും ശിവാനി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അതാണ് ഇങ്ങോട്ട് വരാൻ ഇത്ര ആവേശം കാണിക്കുന്നത്. ഇവിടെ വന്നിട്ട് അവിടെ വയലോരം വീട്ടിൽ അപ്പച്ചിയമ്മയും അപ്പച്ചിയപ്പനെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാവും സീത. അത് പോരാതെ വന്നെങ്കിൽ ഞാൻ സംസാരിച്ചോളാം. ശിവാനി വയലോരം വീട്ടിലേക്ക് തന്നെ പോട്ടെ. അപ്പോൾ ശിവയുടെ പെങ്ങളാ ശിവാനി എന്നുള്ള സത്യം എല്ലാവരും അറിഞ്ഞെന്നുള്ള കാര്യം ശിവാനിയോട് പറയേണ്ടി വരില്ലേ ബാലേട്ടാ? സിജ, തൽക്കാലം അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. അതറിയിക്കാതെ ശിവാനി വയലോരം വീട്ടിലേക്ക് ചെന്നാൽ ഒന്നും ഉണ്ടാവില്ല സിജ. സ്വന്തം മോളായിട്ട് തന്നെയല്ലേ അപ്പച്ചിയമ്മ ശിവാനിയെ കണ്ടിരുന്നത്. ഇനി അങ്ങനെ തന്നെയായിരിക്കും. ഡിസ്ചാർജായി രണ്ടാളും എപ്പോഴാണ് വരുന്നത്? ഡിസ്ചാർജായി ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഇങ്ങോട്ട് വരുമെന്നാ ശിവാനി വിളിച്ചപ്പോൾ പറഞ്ഞത്. അവരിങ്ങ് വരട്ടെ. നേരത്തെ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ വയലോരം വീട് ശിവാനിയെ ഉൾക്കൊള്ളും. വേണ്ട, ഇങ്ങോട്ട് വരണ്ട. മനസ്സറിയാതെ ഒരു തെറ്റ് പറ്റി. അറിഞ്ഞുകൊണ്ട് ആ തെറ്റ് ആവർത്തിച്ചാൽ ശാരദയുടെ ആത്മാവ് സഹിക്കില്ല. ദൈവം നമുക്കാക്ക് മാപ്പ് തരില്ല. ആ നശിച്ചവന്റെ പേര് പോലും ഇവിടെ ഉച്ചരിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചവരല്ലേ നമ്മള്. ശിവാനി ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം അവന്റെ നമ്മുടെ ശാരദയെ കൊന്നവന്റെ മുഖമല്ലേ ശിവാനിയിലൂടെ നമ്മൾ കാണേണ്ടി വരിക. ബാല, മക്കളെ, നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പച്ചിയമ്മേ, അത് ശിവയ്ക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞു. അത് നൽകിയത് നമ്മൾ തന്നെയാ. ശിവ കാണിച്ച ക്രൂരതകൾക്ക് ഒന്നും അറിയാത്ത ശിവാനി എന്ത് പിഴച്ചു? ബാലേട്ടൻ പിന്നെയും ഓരോന്ന് പറഞ്ഞ് ശിവാനിയെ ന്യായീകരിക്കാൻ നോക്കുകയാണോ? ഓളെ, ബാലം പറഞ്ഞതില് കുറച്ചൊക്കെ കാര്യമില്ലേ? ശിവ കാണിച്ചു കൂട്ടിയതൊക്കെ ശിവാനി അറിഞ്ഞുകൊണ്ടല്ലോ. അതെ, സിജൻ സ്വന്തം അനിയത്തിയായിട്ട് കണക്കാക്കിയ ശിവാനിയോട് നമ്മളെല്ലാവരും അടുപ്പം കാണിച്ചു. കൂടപ്പിറപ്പിന്റെ സ്നേഹം വാരിക്കോരി കൊടുത്തു. എന്നിട്ടിപ്പോ അപ്പോഴൊന്നും ഈ കഥ ഞങ്ങളാരും അറിഞ്ഞിരുന്നില്ലല്ലോ. ഒരണ്ണനുണ്ട്, എവിടെയാണെന്ന് അറിയില്ലെന്ന് മാത്രമാണ് അവള് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെ ഞാൻ സമാധാനിപ്പിച്ചു, അണ്ണൻ വരുമെന്ന് പറഞ്ഞ്. ഓ, എന്തൊരു ദൈവദോഷമാണെന്ന് നോക്കിയാ കാണിച്ചത്. അപ്പച്ചമ്മയെ പോലെ തന്നെ ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്, ശിവാനിയുടെ അണ്ണൻ വേഗം വരണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചു പോയതില് ഞാനിപ്പോ ദൈവങ്ങളോട് മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ രണ്ടാളും പറയുന്നത് അർത്ഥവത്തായ കാര്യങ്ങൾ തന്നെയാ. പക്ഷേ ശിവാനി ചെയ്ത തെറ്റെന്താണെന്നും കൂടി നിങ്ങൾ വ്യക്തമാക്കണം. ശാരദയെ കൊന്നവന്റെ കൂടപ്പറപ്പാണ് അവള്. അതിൽ കൂടുതൽ എന്ത് തെറ്റാണ് വേണ്ടത്? ശിവാനി ഇവിടെ ഉണ്ടെങ്കിൽ അത് അവൻ ഇവിടെ ഉണ്ടാകുന്നതിന് തുല്യമല്ലേ? ഇത്രയും നാളും കണ്ടതുപോലെ ശിവാനിയെ കാണാൻ ഒക്കില്ല. ശിവയുടെ വൃത്തികെട്ട മുഖമാവും അപ്പൊ ഓർമ്മ വരിക. എനിക്ക് വയ്യ. അപ്പച്ചിയമ്മേ, വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. നമ്മുടെ കുട്ടിമണി ഏതോ ഒരു അവസ്ഥയിൽ അവിടെ ഒരു ഇരുട്ടുമുറിയിൽ കിടക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഇവിടെ സംസാരിക്കുന്നതോ ഒട്ടും ശകുനമല്ലാത്ത കാര്യങ്ങൾ. നമ്മുടെ കുട്ടിമണിക്ക് വേണ്ടി പ്രാർത്ഥിക്കെല്ലാരും. അവളെ, ആ ശിവാനിയെ ഇവിടെ കേറ്റുന്ന പ്രശ്നമേ ഇല്ല. അതിനെക്കുറിച്ച് ഇനി ആരും ഒന്നും പറയണ്ട. വിശക്കുന്നുണ്ടാവും. ബാലേട്ട കുട്ടാപ്പൂനൊന്ന് പിടിച്ചേ. കുഞ്ഞിന്റെ കരച്ചിലും ഒരു സൂചനയാണ്. അമ്മ ഏതോ ഒരു ഇരുട്ടുമുറിയിൽ, അച്ഛൻ പുറത്ത് കാവലിരിക്കുന്നു. ഇവിടെ പാവം കുഞ്ഞുമണി. ഈശ്വരന്മാരെ, എന്തൊരു ദുർവിധിയാണിത്.
പാല് കൊടുത്തപ്പ കരച്ചിലടക്കി. കുട്ടിമണി വേണ്ടിടത്താണ് ഇപ്പൊ സീത. എന്റെ കുട്ടിയെ കേടുപാടൊന്നും കൂടാതെ ഒന്ന് വേഗം എത്തിച്ചു തരണേ ഇവിടെ പരുത്തിക്കാവിലമ്മേ. ശിവാനിയുടെ കാര്യത്തിൽ അപ്പച്ചിയമ്മ അങ്ങനെയൊക്കെ പറയുന്നതിൽ തെറ്റൊന്നും കാണാനാവില്ല. അപ്പച്ചിയമ്മയുടെ സ്ഥാനത്ത് ആരായിരുന്നാലും അങ്ങനെ പറയൂ. ഒരിക്കലും പൊറുക്കാനാവാത്ത മഹാപാതകമാണല്ലോ ശിവ ചെയ്തത്. അപ്പോ ശിവാനി അതേ കണ്ണിലെ കാണും. ഉള്ളിൽ കള്ളത്തരമൊന്നുമില്ലാതെ എന്തും തുറന്നു പറഞ്ഞ് ഇണങ്ങിയും പിണങ്ങിയും കഴിയുന്നവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഇത്തിരി പ്രയാസമുണ്ടാവും. പുറം ലോകത്തെ കാപ്പറ്റ്യങ്ങളൊന്നും ഇവർക്കറിയില്ലല്ലോ. അപ്പച്ചിയപ്പൻ പറയുന്നതാ ശരി. നിഷ്കളങ്കമായി ചിന്തിക്കുന്നവർക്ക് പലതിനോടും പൊരുത്തപ്പെടാനാവില്ല. അതുകൊണ്ടാ ശിവാനിയുടെ മുഖം കണ്ട ശിവയുടെ മുഖം കാണുന്ന പോലെയാണെന്ന് അപ്പച്ചിയമ്മ പറഞ്ഞത്. ഞാൻ ഒരിക്കലും ബാലനെയോ മനസ്സിനെയോ കുറ്റപ്പെടുത്തില്ല. നിങ്ങൾ ചിന്തിച്ചതിലും ചെയ്തതിലും നന്മയുടെ ഒരു വശമുണ്ട്. തൻ്റെ ജീവിതം തന്നെ പണയപ്പെടുത്തിയാണ് മനസ്സിജൻ ശിവാനിയെ സ്വന്തം അനിയത്തിയെ പോലെ കൊണ്ടു നടക്കുന്നത്. ഇക്കാലത്ത് ആര് കാണിക്കും ഇങ്ങനൊരു പുണ്യകർമ്മം? അത് മനസ്സിലാക്കിയോണ്ടാ സിജന്റെ ഒപ്പം ഞാനും നിന്നത്. അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയപ്പോഴാ ശിവാനി ശിവയുടെ അനിയത്തിയാണെന്നുള്ള കാര്യം സിജൻ എന്നോട് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ആദ്യം തലയ്ക്കടിയേറ്റ പോലെ എനിക്ക് തോന്നിയത്. പിന്നെ സിജൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി. സിജന്റെ നിഴലായിരുന്ന ശിവയാ ഇവിടെ കയറി വന്ന് ഞങ്ങളുടെ അമ്മയെ, അതിനുള്ള ശിക്ഷ ഇതേ വീട്ടിൽ വെച്ച് തന്നെ നടപ്പിലാക്കി. അതിന് സിജൻ കാണിച്ച ചങ്കുറപ്പ് മനസ്സിലാക്കിയവരാ നമ്മളെല്ലാവരും. അതേ സിജൻ തന്നെയാ ശിവാനിയെ സ്വന്തം അനിയത്തിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ശിവാനിയിൽ എന്തെങ്കിലും കരടുണ്ടായിരുന്നെങ്കിൽ സിജൻ അങ്ങനെ ചെയ്യുമായിരുന്നില്ലല്ലോ. സ്വന്തം കാര്യത്തെക്കാളും സിജൻ വില കൽപ്പിക്കുന്നത് നമ്മൾക്കൊക്കെ വേണ്ടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ ഞാൻ സിജന്റെ പക്ഷത്ത് നിന്നത്. എനിക്ക് മനസ്സിലാക്കാനാവൂ ഇതൊക്കെ. പക്ഷെ സുഭദ്ര, പഴഞ്ചൻ മനസ്സല്ലേ, ഉൾക്കൊള്ളാൻ പാടായിരിക്കും. അപ്പച്ചിയപ്പൻ അപ്പച്ചിയമ്മയോട് കാര്യമായിട്ടൊന്നും സംസാരിക്കണം. ഞാനോ? ഞാൻ പറഞ്ഞ കേൾക്കൂ അപ്പച്ചിയപ്പ, നയത്തി പറഞ്ഞാൽ മതി. ആരും തുണയില്ലാതെ ശിവാനി ഒറ്റയ്ക്കായത് ഒരു തരത്തിൽ നമ്മൾ കാരണമല്ലേ? ശിവയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ നൽകിയതിൽ യാതൊരു കുറ്റബോധവുമില്ല, പശ്ചാത്തപിക്കേണ്ട കാര്യമില്ല. പക്ഷേ ശിവാനിയോട് ക്രൂരത കാണിച്ച നാളെ പശ്ചാത്തപിക്കേണ്ടി വരും. സിജൻ ഒരു തെറ്റ് ചെയ്തെന്ന് കരുതുക, അതിന്റെ പേരിൽ സിജന്റെ അനീതിയും കുറ്റക്കാരിയാക്കുവോ? ഒരിക്കലുമില്ല. അത് തന്നെയാ ശിവാനിയുടെ കാര്യത്തിലും. പ്രായം തികഞ്ഞൊരു പെണ്ണാ ശിവാനി. സുഭദ്രയോട് ഞാൻ സംസാരിക്കാം. പിച്ചള ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായ കുട്ടിമണിയുടെ അടുത്തേക്കാണ് വരിക. അവിടുന്ന് അവര് നേരെ ഇങ്ങോട്ട് വരും. ഇവിടെ നടന്ന സംസാരമൊന്നും ശിവാനി അറിഞ്ഞിട്ടില്ല. ഒന്നും അറിയണ്ട, ഇതുപോലെ അങ്ങ് പോട്ടെ. ഇവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. തമ്പിയുടെ ശവവും കൊണ്ടവൻ ബോർഡർ വിട്ടിട്ടുണ്ടാവോ? ആന്റി, എന്തായടാ, എവിടെ അയാളുടെ ശവം? അത് പിന്നെ ആന്റി, ഒരു ചെറിയ പാളിച്ച പറ്റി. ആർക്കാ പാളിച്ച പറ്റിയത്?
തമ്പിക്കോ നിനക്കോ? അത് നമുക്ക് തന്നെയാ. കൃത്യം നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞില്ലേ? നീ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. അത് നമ്മുടെ ഭാഗത്തെ നീക്കങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ സംഭവം നടന്നില്ല. കൊല്ലം കൈ വരയ്ക്കുന്നവനെയാണോടാ നീ പണി ഏൽപ്പിച്ചത്? ആന്റി, അങ്കിള് രക്ഷപ്പെട്ടത് അതുകൊണ്ടല്ല. നമ്മൾ പ്ലാൻ ചെയ്ത് എന്തായിരുന്നു? അങ്കിളിന്റെ വാഹനം ഒരിടത്തെത്തുമ്പോൾ താനെ നിൽക്കും. അവിടേക്ക് നമ്മൾ അയക്കുന്ന ടാക്സിക്കാർ ചെന്ന് നിൽക്കും. അങ്കിൾ അതിനകത്തേക്ക് കയറുന്നു. അതായിരുന്നല്ലോ പ്ലാൻ. കൃത്യം പോയിന്റ് എത്തിയപ്പോൾ അങ്കിളിന്റെ വണ്ടി നിന്നു. നമ്മുടെ ടാക്സി അവിടെ എത്തുകയും ചെയ്തു. പക്ഷെ ആന്റി, അതിനു മുമ്പ് അവിടേക്ക് അങ്കിളിന്റെ സുഹൃത്തിന്റെ കാർ എത്തിയതോടെ നമ്മുടെ പദ്ധതികളെല്ലാം പാളി. അങ്കിൾ ആ കാറിൽ എയർപോർട്ടിലേക്കും പോയി. അല്ലെങ്കിൽ ഉണ്ടായിരുന്നല്ലോ ആന്റി, ഞാൻ ഈ വന്ന വരവ് അങ്കിളിന്റെ മരണ വാർത്തയായിട്ടായിരുന്നേ. എന്റെ പ്രതീക്ഷ തകർത്ത് കളഞ്ഞല്ലോടാ നീ. ഞാൻ ഈ അണിഞ്ഞൊരുങ്ങിയതൊക്കെ വെറുതെ ആയല്ലോ. ആന്റി നിരാശപ്പെടണ്ട. 1 പേടിച്ച 3. അങ്കിളിന്റെ ചീട്ട് നമ്മൾ കീറും. ഇതൊന്നല്ലേ ആയുള്ളൂ. അടുത്ത ശ്രമവും പാളൂന്നാണോ നീ പറയുന്നത്? 3 വേണ്ടെങ്കിൽ വേണ്ട, 2ാമത്തെ അറ്റംപ്റ്റിൽ നമ്മൾ വിജയിച്ചിരിക്കും. എടാ സഞ്ജു, തമ്പിക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? എന്ത് സംശയം? അതിനുള്ള ഇട ഞങ്ങൾ വരുത്തിയിട്ടില്ലല്ലോ. എന്നിട്ട് അയാൾ എവിടെ? ആര്? നിന്റെ കൂട്ടാളി. അല്ല, അവനീ പരിസരത്ത് തന്നെ ഉണ്ട്. എന്താ, വിളിക്കണോ? വേണ്ട വേണ്ട, നീ അയാളെയും കൂട്ടി വേഗം ഇവിടുന്ന് മാറിക്കോ. ഇനി ഒരവസരം കിട്ടുമ്പോ തമ്പി തലനാരിഴയ്ക്കു പോലും രക്ഷപ്പെടാൻ പാടില്ല. ഇല്ല ആന്റി, അത്ര കൃത്യമായിട്ടായിരിക്കും അടുത്ത പ്ലാൻ. എന്താ ഇവിടെ ഒരു ചർച്ച? ഏയ്, ഒന്നുമില്ല. ഒരു ചർച്ചയുമില്ല, ചോർച്ചയുമില്ല, അല്ല ആന്റി? നേര് പറ, ഇവിടെ നിങ്ങൾ രണ്ടാളും എന്താ പ്ലാൻ ചെയ്തത്? ഒന്നുമില്ല മോളെ, ഞങ്ങൾ എന്ത് പ്ലാൻ ചെയ്യാനാ? നിങ്ങൾ എന്ത് പ്ലാൻ ചെയ്താലും അത് നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഒരു പ്ലാനിങ്ങും ഇവിടെ നടക്കില്ലാന്ന് മനസ്സിലായോ? ഇവിടെ ഞാൻ വിചാരിക്കുന്നത് മാത്രമേ നടക്കത്തുള്ളൂ. ഇനി അങ്ങോട്ടേ എന്റെ സമയമാ. കളി ഞാൻ കാണിച്ചു തരാം, കണ്ടോ നിങ്ങള്? ആന്റി, മതി പറഞ്ഞത്. വെളിവില്ലാതെ അവൾ ഓരോന്ന് വിളിച്ചു പറഞ്ഞതാടാ. നീ അതൊന്നും കാര്യമാക്കണ്ട. ഹേയ്, എനിക്ക് തോന്നുന്നില്ല ആന്റി. എല്ലാം അറിഞ്ഞ മട്ടിലല്ലേ മതി ഇപ്പൊ പെരുമാറിയത്. അവൾ എന്തറിഞ്ഞുന്നാ? അവൾക്ക് വട്ടല്ലേടാ. നീ അത് വിട്. തമ്പിയുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനിച്ചുറച്ച റൂട്ടിൽ തന്നെ നീ നീങ്ങിക്കോ. എങ്കിൽ നീ പൊയ്ക്കോ, ഇവിടെ അധികം നിൽക്കണ്ട. തലയ്ക്ക് സ്ഥിരതയില്ലാത്ത അവള് എന്ത് പ്ലാൻ നടപ്പാക്കാനാ? അങ്ങനെ എന്തെങ്കിലും പ്ലാനിങ് അവളുടെ തലയിൽ വരണമെങ്കിൽ സ്വബോധത്തോടെ അല്ലാതെ. എന്താ ഒരു ആലോചന? ഡോക്ടറെ, എനിക്കിപ്പോൾ ആലോചിക്കാൻ ഒരേ ഒരു കാര്യം മാത്രമല്ലേ ഉള്ളൂ, എൻ്റെ കുട്ടുവിനെ കുറിച്ച്.
അത് ആലോചിക്കേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഫുൾ ടൈം ടെൻഷൻ അടിച്ചിരിക്കുന്നത് ശരിയല്ല. ഡോക്ടർ ആദ്യം സൂചിപ്പിച്ച 21 ദിവസത്തെ പ്രത്യേക ചികിത്സ തുടങ്ങിക്കഴിഞ്ഞു. മനസ്സും ശരീരവും ഉടച്ചു വാർത്ത് ഒരുതരം പുനരുജ്ജീവനം പോലെ ഡോക്ടർ തന്നെ കണ്ടെത്തിയതാണ്. ഡോക്ടറെ എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. അദ്ദേഹത്തിന് അത്ഭുതങ്ങൾ കാണിക്കാനാവും. തീർച്ചയായും. ഡോക്ടർ വിളിക്കുന്നുണ്ട്. ഈ ടെൻഷനൊക്കെ മാറ്റി ഒന്ന് ഫ്രഷ് ആവണം കേട്ടോ.